നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഒത്തിരി പേര് നമ്മളോട് സീനിയൻ്റെ വിത്തൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാക്കറ്റിലാക്കിയിട്ടാണ് നമ്മൾ സീനിയൻ്റെ വിത്തൊക്കെ തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിത്താണ് കേട്ടോ. അപ്പോൾ ഈ സീനിയൻ്റെ വിത്തുണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ കാണുമ്പോൾ പലരും പറയും ഇത് പതിരാണ്, അതായത് ഓരോരുത്തരുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോഴേക്കുണ്ടല്ലോ ഇത് ഫുള്ളും പതിരാണെന്നാണ് പറയുന്നത്. പക്ഷേ സീനിയൻ്റെ വിത്ത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്കിങ്ങനെ അയച്ചു തരാൻ പറ്റുള്ളൂ. ഇതിൽ ഇതേ സാധനമാണ് കേട്ടോ ഞാൻ പാകി മുളപ്പിച്ച് അതിൽ നിന്നും നമ്മുടെ തൈകൾ കുറേ ഉണ്ടാക്കി എടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ ചെടികളൊക്കെ ആക്കി എടുക്കുന്നത്. അപ്പം അത്രയും സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അയക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കണ വിത്താണ് കേട്ടോ. ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ ഞാനിങ്ങനെ ഇതേപോലെ കുറച്ച് എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു മണ്ണിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പാകി കൊടുക്കാം. നമ്മുടെ വിത്തുകൾ പാകാനായിട്ട് ഇതാട്ടോ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി ചേർന്ന നല്ലൊരു മിശ്രിതം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ മണൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മണ്ണെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് മണലാണ് ഈ ഒരു പോട്ടി മിക്സറിൽ എടുത്തിട്ടുള്ളത്. അപ്പം ഇതാട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി എടുത്തു വച്ചേക്കണ ആ ഒരു സീഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ പാകാനായിട്ട് പോകുന്നത്. ഇതുപോലെ കുറച്ച് വിത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഞാൻ എങ്ങനെയാണോ ഒരു വിത്ത് അയച്ചു തരുന്നത് അതേ രീതിയിൽ ഇതുപോലെയാണ് വിത്ത് ഉണ്ടാകുള്ളൂ. ഇതേ രീതിയിൽ തന്നെ എല്ലാവരും പാകണം കേട്ടോ. ഇനി നമ്മുടെ ഈ വിത്ത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് നമ്മളങ്ങനെ നിരത്തി പാകി കൊടുക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു കുറച്ച് പോട്ടി മിക്സറും കൂടെ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇട്ട് കൊടുത്ത് ഈ ഒരു വിത്തിനെ നമ്മൾ അതിൻ്റെ അടിയിലാക്കി കൊടുക്കണം. ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം ഇതുപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളോട് വിത്തുകൾ വാങ്ങുന്നവർ പല ടൈമിൽ പലരുമാണല്ലോ വാങ്ങുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ നമ്മുടെ വീഡിയോ എല്ലാ സമയമൊന്നും ചിലപ്പോൾ എടുത്ത് കണ്ടു എന്ന് വരില്ല. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള സംശയങ്ങളുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് നമ്മൾ നനച്ചു കൊടുക്കണം. നമ്മൾ ഏത് തരത്തിലുള്ള വിത്ത് പാകിയാലും നമ്മൾ നന വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിത്തുകൾ മുളച്ച് വരില്ല. നമ്മുടെ വിത്ത് ഈ മണ്ണിൽ തന്നെ നിന്നങ്ങോട്ട് ചീഞ്ഞു പോകും കേട്ടോ. അപ്പം ജസ്റ്റ് മണ്ണ് ചെറിയ രീതിയിൽ നനയത്തക്ക രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെയൊന്ന് തളിച്ചു കൊടുക്കും കേട്ടോ. ഇനി സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് അങ്ങനെ കൊടുക്കാനാണ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വിത്തുകളൊക്കെ മുളച്ച് വന്നതിന് ശേഷം നമ്മൾ സ്പ്രേ ബോട്ടിലിൽ വേണം കേട്ടോ നമുക്ക് ഈ ചെറുതായി വരുന്ന തൈകൾ നമുക്ക് നനച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈകൾ ഫുള്ളും ഇങ്ങനെ അങ്ങ് വീണു പോകും കേട്ടോ. അപ്പം ഇതുപോലെ ആണ് നമ്മൾ പാകുന്നത്. ഇത് മുളച്ച് വരുന്നതിൻ്റെ ആ ഒരു അപ്ഡേഷനും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പാകിയ നമ്മുടെ സീനിയ ചെടീൻ്റെ വിത്ത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ നമ്മൾ ഈ ഒരു വിത്ത് പാകിയിട്ട് ഇതുപോലെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ.